നമസ്കാരം. ഞാൻ MGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 40-ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒരു മന്ത്രികുമാരൻ ഒരു കരിങ്കൽ ശില്പത്തിൽ കൊത്തിവച്ച അതിസുന്ദരി ആരാണെന്ന് അന്വേഷിച്ച് പോകുകയും അന്വേഷണത്തിനൊടുവിൽ ഒരു കിളി ആ സുന്ദരി ആരാണെന്നുള്ള ഒരു തെളിവ് ആ മന്ത്രികുമാരന് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഭാഗം വരെയാണ്. അങ്ങനെ ആ കിളി പറഞ്ഞു, ഒരു നാൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കുറേ അകലേക്ക് പറന്ന് സപ്തസമുദ്രങ്ങൾ കടന്നു ചെന്നു. അവിടെ കാഞ്ചീപുരം എന്ന ദ്വീപിൽ 7 നിലയിലുള്ള ഒരു മാളിക മുകളിൽ ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു. ആ സമയത്ത് മട്ടുപ്പാവിൽ മുടി കോതിയുണക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിസുന്ദരിയായൊരു യുവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായ ധനശേഖരന്റെ പുത്രിയാണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ സമയത്ത് മുടിയിലുടക്കി അവളുടെ ചെറുവിരലിലെ നഖത്തിൻ്റെ അറ്റം താഴെ വീണു. പിന്നീട് അവൾ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. നിലത്ത് വീണ് തിളങ്ങുന്ന ആ നഖം ഞാൻ കൊത്തിയെടുത്ത് കൊണ്ടുപോന്നു. വെറുതെ ഒരു കൗതുകത്തിന് കൊണ്ടുവന്നതാണ്. പിന്നീട് അതിനിത്ര ഗൗരവം നൽകിയതുമില്ല. മന്ത്രികുമാരൻ അത്രയും കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് ആ കിളിയോട് ചോദിച്ചു, കാഞ്ചീപുരം ദ്വീപ് എവിടെയാണ്? അവിടെ എത്താനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് തലവൻ കിളിയാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ ആരും സാധാരണ ആ ദിക്കിലേക്ക് പോകാറില്ല. ഇടയ്ക്കിടെ സപ്തസമുദ്രങ്ങൾ താണ്ടിപ്പറക്കുന്ന ചില ദേശാടന കിളികളുണ്ട്. അവരെ ആരെയെങ്കിലും ചെന്ന് കാണുകയേ ഒരു നിവർത്തിയുള്ളൂ. അങ്ങനെയുള്ള പക്ഷികളെ എവിടെ ചെന്നാൽ കാണാം എന്ന് ആ മന്ത്രികുമാരൻ ചോദിച്ചു. കുറച്ച് കിഴക്കു മാറി ഒരു മലയുടെ മുകളിൽ പ്രാചീന ക്ഷേത്രവുമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപം വളരെ ഉയരമുള്ള ഒരു വൻ മരവുമുണ്ട്. ആ മരത്തിൽ ആനറാഞ്ചി പക്ഷികളുടെ ഒരു കുടുംബം വസിക്കുന്നുണ്ട്. അവ ഇടയ്ക്കിടെ സപ്തസമുദ്രങ്ങൾക്കപ്പുറം പോകാറുള്ളതായി ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. എന്തായാലും ആ കിളികളോട് നന്ദി പറഞ്ഞ് നമ്മുടെ മന്ത്രികുമാരൻ വേഗം ആ സ്ഥലത്ത് നിന്ന് കുതിരപ്പുറത്ത് കയറി യാത്രയായി. പിറ്റേന്ന് വൈകുന്നേരത്തോടെ അയാൾ ക്ഷേത്ര പരിസരത്തെത്തി. അതിപുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു അത്. ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ മറുകരയില്ലാത്ത സമുദ്രം കാണാമായിരുന്നു. ക്ഷേത്രത്തിന് സമീപം അയാൾ ആ മരം കണ്ടു. അത്രയും ഉയരമുള്ള ഒരു മരം അതിനു മുൻപ് അയാൾ കണ്ടിരുന്നില്ല. ആ മരത്തിന് സമീപമെത്തി അയാൾ തെല്ല് നേരം വിശ്രമിച്ചു. ആ ക്ഷണത്തിൽ തന്നെ മരത്തിൻ്റെ ഒരു ശാഖയിൽ നിന്ന് കിളികളുടെ കരച്ചിൽ കേട്ടു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിലവിളിയായിരുന്നു അത്. മന്ത്രികുമാരൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു മരപ്പാമ്പ് കിളിക്കൂടിന് നേരെ കയറിപ്പോകുന്നതാണ് കണ്ടത്. പറക്കാൻ അറിയാത്ത കൊച്ചു കിളികൾ ഭയന്ന് നിലവിളിക്കുകയാണ്. മന്ത്രികുമാരൻ പെട്ടെന്ന് മരക്കമ്പു വഴി മുകളിലേക്ക് കയറി ആ പാമ്പിനെ കുത്തി താഴെയിട്ടു. പേടിച്ചു പോയ ആ ഇടജന്തു പെട്ടെന്ന് എവിടെയോ പോയി മറഞ്ഞു. ആ കിളിക്കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ആശ്വാസമായി. അവ മന്ത്രികുമാരന് നന്ദി പറഞ്ഞു. അച്ഛനും അമ്മയും ഇര തേടി പോയിരിക്കുകയാണെന്നും അല്പസമയത്തിനകം തിരിച്ചു വരുമെന്നും അവ പറഞ്ഞു. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. മഴക്കാറാണെന്ന് കരുതി നോക്കിയ മന്ത്രികുമാരൻ കണ്ടത് ആകാശം മറച്ച് ചിറകുകൾ വീശി പറന്നു വരുന്ന ആനറാഞ്ച പക്ഷികളെയാണ്. ആ മരത്തിന് സമീപമെത്തി ചിറകുകൾ ഒതുക്കി പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചു. പിന്നീട് ആനറാഞ്ചി പക്ഷികളും കുഞ്ഞുങ്ങളുമായി നടന്ന ആ സംഭാഷണം മന്ത്രികുമാരൻ നല്ലോണം അങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടു. കിളിക്കുഞ്ഞുങ്ങൾ അന്ന് നടന്ന സംഭവങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു കേൾപ്പിച്ചു. അപരിചിതനായ ഒരു മനുഷ്യനാണ് തങ്ങളെ
രക്ഷിച്ചതെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ആനറാഞ്ചി പക്ഷികൾക്ക് അയാളെ കാണണമെന്നായി. ഞാനിവിടെ ഉണ്ടേ, താഴെയെല്ലാം കേട്ട് കിടന്ന മന്ത്രികുമാരൻ വിളിച്ചു പറഞ്ഞു. ആനറാഞ്ചി പക്ഷികൾ അയാളോട് നന്ദി പറഞ്ഞു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി എന്ത് ചെയ്യാനും തങ്ങൾ ഒരുക്കാണെന്ന് അവർ പറഞ്ഞു. 7 കടലിനപ്പുറത്തുള്ള കാഞ്ചീപുരം ദ്വീപ്, അവിടെയുള്ള 7 നില മാളിക, മുടി കോതുന്ന നേരം നഖമുനയൊടിഞ്ഞ രാജകുമാരി, മന്ത്രികുമാരൻ എല്ലാം അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് കാഞ്ചീപുരം ദ്വീപിൽ പോകണം അല്ലേ? ഞങ്ങൾ കൊണ്ടുപോകാം. മാത്രമല്ല, വേണ്ടപ്പോൾ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യാം. നാളെ കാലത്ത് തന്നെ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ എന്ന് ആനറാഞ്ചി പക്ഷികൾ അതിലെ ഒരു ആൺകിളി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സൂര്യൻ തെളിഞ്ഞു വന്നതോടെ പക്ഷികൾ പറക്കാൻ തയ്യാറായി. സമീപത്തുള്ള ക്ഷേത്രത്തിൽ കുളിച്ച് ദർശനം നടത്തി കുതിരയെ അവിടെ വിട്ട് മന്ത്രികുമാരൻ പക്ഷിയുടെ കാലിൽ തൂങ്ങി. അടുത്ത നിമിഷം അത് ആകാശഹൃദയത്തിലേക്ക് ഉയർന്നു. കടലുകളും കരകളും പലത് കടന്നു. ഓരോ നാടിനെക്കുറിച്ചും പക്ഷി പറഞ്ഞു കൊടുത്തു. രത്നാകരം എന്ന ദ്വീപിനെ കുറിച്ച് കേട്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങണമെന്നായി മന്ത്രികുമാരൻ. അത് മാത്രമല്ല, പക്ഷിയുടെ കാലിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇശി നേരായിരിക്കണം. എന്തായാലും ഇത്തിരി വിശ്രമിക്കണം. രത്നാകര ദ്വീപിൽ ഇറങ്ങി മന്ത്രികുമാരൻ ഒട്ടുനേരം ചുറ്റി നടന്നു. പവിഴപ്പുറ്റുകളും രത്നങ്ങളും വിളയുന്ന നാടാണത്. ഗോമേതക പർവ്വതവും പുഷ്യരാഗ താഴ്വരയും കടൽ തീരത്ത് കണ്ടു. അഗ്നിപർവ്വതം പൊട്ടിയൊഴുകിയ സ്വർണലാവയും രത്നങ്ങൾ വിളയുന്ന ഗുഹയും കണ്ടു. അപൂർവ രത്നങ്ങൾ ഇഷ്ടം പോലെ വാരിയെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച് മന്ത്രികുമാരൻ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. അങ്ങനെ 5-ാം നാൾ അവർ കാഞ്ചീപുരം ദ്വീപിലെത്തി. 1000 പുഴകളും 1000 മലകളും നിറഞ്ഞ ദ്വീപായിരുന്നു അത്. ഭൂലോകത്തുള്ള സർവ ഭക്ഷ്യവിഭവങ്ങളും അവിടെ ലഭിച്ചിരുന്നു. ജനങ്ങൾ അധ്വാനശീലരും കായിക ബലമുള്ളവരുമായിരുന്നു. പക്ഷി മന്ത്രികുമാരനെ അവിടെ വിട്ട് പറന്നുയരുന്നതിന് മുൻപ് തൻ്റെ ഒരു തൂവൽ അയാൾക്ക് നൽകിയിട്ട് പറഞ്ഞു, എപ്പോഴാണോ എന്നെ വേണ്ടത് ആ നിമിഷം ഈ തൂവൽ തൊട്ട് വന്ദിച്ച് സ്മരിച്ചാൽ മതി, ഉടനെ ഞാനെത്തും എന്ന് പറഞ്ഞു. ഉടനെ മന്ത്രികുമാരൻ ആ പക്ഷിക്ക് നന്ദി പറഞ്ഞു. കാഞ്ചീപുരം ദ്വീപ് ചുറ്റി നടന്നു കണ്ട മന്ത്രികുമാരൻ വൈകാതെ രാജകൊട്ടാരത്തിന് സമീപം ഒരു വീട് തരപ്പെടുത്തി താമസം ആരംഭിച്ചു. രത്നവ്യാപാരി എന്ന വ്യാജേനയായിരുന്നു വാസം. പ്രഭു കുടുംബാംഗങ്ങളും വലിയ പണക്കാരും രത്നങ്ങൾ വാങ്ങാനെത്തി. നാളുകൾക്കുള്ളിൽ രത്നവ്യാപാരിയുടെ ഖ്യാതി എങ്ങും പരന്നു. വൈകാതെ ആ രാജ്യത്തെ രാജാവും രാജ്ഞിയും നേരിട്ടെത്തി അയാളുടെ രത്നശേഖരം കാണുകയും ചിലതൊക്കെ വാങ്ങുകയും ചെയ്തു. ദ്വീപിൽ നിന്ന് പെറുക്കിയെടുത്ത അപൂർവ രത്നങ്ങൾ അയാളുടെ പക്കൽ ഉണ്ടായിരുന്നല്ലോ. താമസിയാതെ വ്യാപാരി രാജകുമാരി താമസിക്കുന്ന 7 നില മാളികയ്ക്ക് സമീപം വലിയൊരു ബംഗ്ലാവ് പണിതു. അവിടെ നിന്ന് ഭൂമിക്കടിയിലൂടെ രാജകുമാരിയുടെ മുറിയിലേക്ക് ഒരു രഹസ്യ മാർഗം അങ്ങോട്ട് നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മന്ത്രികുമാരൻ ആ രഹസ്യ മാർഗം വഴി കുമാരിയുടെ മുറിയിലെത്തി. രാജകുമാരി ഉറങ്ങുകയായിരുന്നു. മന്ത്രികുമാരൻ അവിടെ കാത്തിരുന്നു. ഉറക്കമുണർന്ന കുമാരി തൻ്റെ മുറിയിൽ ഒരു യുവാവിനെ കണ്ട് അങ്ങോട്ട് പരിഭ്രമിച്ചു. ഉടനെ ആ മന്ത്രികുമാരൻ താൻ അവിടെ വന്നെത്തിയ വഴി വിവരിച്ചു. തന്നെ തേടി 1000കണക്കിന് നാഴികകൾ അകലെ നിന്നെത്തിയ വിശ്വവസുവിനോട് അവൾക്ക് ബഹുമാനം തോന്നി. അയാളുടെ ചങ്ങാതിയായ രാജകുമാരൻ അവളുടെ പ്രതിമ കണ്ട് മോഹിച്ചു എന്ന കഥയറിഞ്ഞപ്പോൾ അയാളെ കാണണമെന്നായി അവൾക്ക് മോഹം. കുമാരിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം, ഞങ്ങളുടെ രാജകുമാരൻ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വവസു പറഞ്ഞു. അപ്പോൾ ആ രാജകുമാരി പറഞ്ഞു, പക്ഷേ അതത്ര എളുപ്പമല്ല. ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങളെ ആരെയും വിവാഹം ചെയ്ത് അയക്കില്ല. അതിനാൽ നിങ്ങളുടെ ഈ വരവ് ഇതിനു വേണ്ടി ആയിരുന്നു എന്നറിഞ്ഞാൽ രാജാവ് നിങ്ങളെ ആ ക്ഷണം
കാരാഗൃഹത്തിൽ അടയ്ക്കും എന്ന് കുമാരി പറഞ്ഞു. അപ്പോൾ മന്ത്രികുമാരൻ ചോദിച്ചു, ആട്ടെ, രാജാവിൻ്റെ അനുമതിയോടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അവസരം ഉണ്ടായാലോ എന്ന് ചോദിച്ചു. അതെങ്ങനെ എന്ന് രാജകുമാരി ചോദിച്ചപ്പോൾ അതിന് ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. കുമാരി എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കുമാരി സന്തോഷത്തോടെ സമ്മതിച്ചു. പിറ്റേന്ന് മന്ത്രികുമാരൻ എന്ന രത്നവ്യാപാരി കൊട്ടാരത്തിലെത്തി. രാജാവിനെ തൻ്റെ ഗൃഹത്തിൽ ഒരു വിരുന്നിന് ക്ഷണിച്ചു. അങ്ങും മഹാരാജ്ഞിയും എൻ്റെ ഗൃഹത്തിൽ വിരുന്നിന് വരണം എന്ന് പറഞ്ഞു. ഇതെന്താ വിശേഷിച്ച്, എന്തോ സന്തോഷവാർത്ത ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് രാജാവ് ചോദിച്ചു. തിരുമേനി, അടിയന്റെ പത്നി നാട്ടിൽ നിന്നെത്തിയിട്ടുണ്ട്. ഓഹോ, എങ്കിൽ തീർച്ചയായും നാമും രാജ്ഞിയും അങ്ങയുടെ ഗൃഹം സന്ദർശിക്കുന്നതാണ്. രാജാവ് നല്ലതുപോലെ വയറ് കുലുക്കി അങ്ങോട്ട് ചിരിച്ചു. പിറ്റേന്ന് രാജാവും രാജ്ഞിയും വിരുന്നിലെത്തി. വ്യാപാരി ഇരുവരെയും സ്വീകരിച്ചിരുത്തി. അപ്പോഴേക്കും രഹസ്യമാർഗം വഴി രാജകുമാരിയും അവിടെ എത്തി. തൻ്റെ വസ്ത്രമെല്ലാം മാറി ഒരു ചുവന്ന പട്ടുസാരി അവൾ ധരിച്ചിരുന്നു. വിശേഷ വിഭവങ്ങൾ മേശമേൽ നിരന്നു. ആ ക്ഷണം ചുവന്ന പട്ടുവസ്ത്രം ധരിച്ച് വ്യാപാരിയുടെ ഭാര്യ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് രാജാവും പത്നിയും ഞെട്ടിപ്പോയി. ഇത് ഞങ്ങളുടെ പ്രിയ പുത്രിയല്ലേ? രാജ്ഞി മെല്ലെ ചോദിച്ചു. മകളെ എന്ന് രാജാവ് ഉറക്കെ വിളിച്ചു. പക്ഷെ അവൾ പരിചയഭാവം കാട്ടിയില്ല. ഇത് നമ്മുടെ മകളല്ലെന്ന് തോന്നുന്നു, രാജാവ് സംശയത്തോടെ പറഞ്ഞു. നമ്മുടെ പുത്രി ഇവിടെ നിന്ന് 3/4 നാഴിക നടന്ന് എങ്ങനെ ഇവിടെ എത്താൻ? മാത്രമല്ല, കൊട്ടാരത്തിൽ നിന്ന് നമ്മുടെ ആജ്ഞ കൂടാതെ അവൾ പുറത്തിറങ്ങില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, അത് ശരിയാണ്, എങ്കിലും അതേ ഛായ, ഒരാളുടെ ഛായയിൽ വേറെ 7 പേർ ലോകത്തുണ്ടെന്നല്ലേ പറയണത്? രാജ്ഞി ലോകതത്വം ബോധിപ്പിച്ചു. എങ്കിലും രാജാവിന് സംശയം അവിടെ തീർന്നില്ല. ഉടനെ രാജ്ഞിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവളുടെ സാരിയിൽ ഇത്തിരി നെയ്യ് മറച്ചിടുക. കൊട്ടാരത്തിൽ ചെന്ന് നമുക്ക് പരിശോധിക്കാലോ. ഭക്ഷണം കഴിക്കുന്നതിനിടെ രാജ്ഞി കുമാരി അറിയാതെ ഇത്തിരി നെയ്യ് അവളുടെ സാരിയിൽ പുരട്ടി. വിരുന്ന് കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു. വൈകാതെ രാജകുമാരിയും രഹസ്യമാർഗത്തിലൂടെ തൻ്റെ അന്തഃപുരത്തിലേക്ക് വാഞ്ഞു. മന്ത്രികുമാരൻ നിർദ്ദേശിച്ചതുപോലെ മടങ്ങിപ്പോകുന്നതിന് മുൻപ് അവൾ പഴയ വസ്ത്രം ധരിച്ചിരുന്നു. രാജാവും പത്നിയും വേഗം കൊട്ടാരത്തിലെത്തി മകളുടെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. കുമാരി തൻ്റെ അറയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഉടനെ രാജ്ഞി അവളുടെ ചുവന്ന നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളെല്ലാം പരിശോധിച്ചു. നെയ്യ് വീണ പാട് ഒരു സാരിയിലും അവർ കണ്ടില്ല. നമ്മൾ വെറുതെ സംശയിച്ചു, നമ്മുടെ മകൾ പുറത്തു പോയിട്ടില്ല എന്ന് രാജ്ഞി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു നാൾ വ്യാപാരി രാജാവിനെ ചെന്ന് കണ്ട് താനും ഭാര്യയും സ്വദേശത്തേക്ക് മടങ്ങുകയാണെന്നുള്ള വിവരം അങ്ങോട്ട് അറിയിച്ചു. രാജാവ് തൻ്റെ ഗൃഹത്തിലെത്തി ഇരുവരെയും അനുഗ്രഹിച്ച് യാത്ര അയക്കണമെന്നും അയാൾ പറഞ്ഞു. രാജാവ് പറഞ്ഞ ദിവസം വ്യാപാരിയുടെ വീട്ടിലെത്തി ഇരുവരെയും അങ്ങോട്ട് അനുഗ്രഹിച്ചു. രാജ്യാതിർത്തി വരെ പോകാനുള്ള രഥവും നൽകി. ആ രഥത്തിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും അങ്ങോട്ട് പുറപ്പെട്ടു. വൈകാതെ അതിർത്തിയിലെത്തി തൻ്റെ കൈവശമുണ്ടായിരുന്ന പക്ഷിത്തൂവൽ കയ്യിലെടുത്ത് വിശ്വവസു ആനറാഞ്ചി പക്ഷിയെ സ്മരിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം വലിയ ചിറകുകൾ വീശി പക്ഷി പറന്നു വന്നു. ഇരുവരും ആ പക്ഷിയുടെ കാലിൽ തൂങ്ങി അങ്ങനെ കടൽ കടന്നു പോയി. പക്ഷേ നമ്മുടെ രാജാവിന് തിരികെ കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ വീഴ്ച മനസ്സിലായത്. കാരണം അന്തഃപുരത്തിൽ രാജകുമാരി ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മന്ത്രികുമാരനോടൊത്ത് കുമാരി 7 കടലും കടന്നിരുന്നു. അവർ ആ പഴയ മലച്ചുവെട്ടിലെത്തി. സമീപത്തുള്ള ക്ഷേത്രത്തിൽ കാത്തുനിന്ന കുതിരയുടെ സഹായത്തോടെ ഇരുവരും വീണ്ടും സഞ്ചരിച്ചു. ഒടുവിൽ ആ പ്രതിമ നിന്ന സ്ഥലത്ത് ചെന്നു ചേർന്നു. എന്നിട്ട് ആ ശാന്തിക്കാരനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടായിരുന്നല്ലോ നമ്മുടെ മന്ത്രികുമാരൻ തൻ്റെ ചങ്ങാതിയെ പിരിഞ്ഞത്. അദ്ദേഹം തൻ്റെ കടമ വളരെ ഭംഗിയായി നിറവേറ്റിയിരുന്നു. അവർ മടങ്ങിയെത്തിയപ്പോഴും രാജകുമാരൻ ആ പ്രതിമയെ
കണ്ണിമയ്ക്കാതെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ആ ശില്പത്തോട് പൂ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രതിമയെയും ആ രാജകുമാരനെയും നോക്കി കുമാരി അത്ഭുതത്തോടെ നിന്നു. ഇനി സമയം കളയരുത് കുമാരി. ഒരു പൂ പറിച്ചെടുത്ത് കുമാരന് മുന്നിലെത്തു. കുമാരൻ ചോദിക്കുമ്പോൾ ആ പൂവ് നൽകുക എന്ന് മന്ത്രികുമാരൻ പറഞ്ഞു. എന്നാൽ താങ്കളും എന്നോടൊപ്പം വരും എന്ന് രാജകുമാരി മന്ത്രികുമാരനോട് ആവശ്യപ്പെട്ടു. ഇല്ല, ഇപ്പൊ ഞാൻ കൂടെ വരില്ല. കുമാരൻ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചുപോയി എന്ന് പറയണം എന്ന് മന്ത്രികുമാരനായ വിശ്വവസു പറഞ്ഞു. ഹേ, അതെന്തിനാണ് ഞാൻ നുണ പറയുന്നത് എന്ന് രാജകുമാരി ചോദിച്ചു. അത് വേറൊന്നിനുമല്ല, ഞാൻ മരിച്ചു എന്ന വാർത്ത കേട്ട് കുമാരന് വിഷമമുണ്ടാകുമോ എന്നറിയണം. എൻ്റെ ചങ്ങാതിക്ക് എന്നോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കണം എന്ന് മന്ത്രികുമാരൻ പറഞ്ഞു. ഉടനെ കുമാരി കയ്യിൽ ഒരു പൂവുമായി കൃശാനുവിൻ്റെ മുന്നിലെത്തി. രാജകുമാരൻ തൻ്റെ ആരാധനാമൂർത്തിയെ മുന്നിൽ കണ്ട് അതിശയിച്ചു പോയി. മന്ത്രികുമാരൻ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് തനിക്കു വേണ്ടി തൻ്റെ സ്വപ്ന സഖിയെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. എവിടെ എൻ്റെ ചങ്ങാതിയായ വിശ്വവസു എന്ന് രാജകുമാരൻ ചോദിച്ചു. അയാൾ മരിച്ചുപോയി. പഠിപ്പിച്ചു വച്ച വാക്കുകൾ കുമാരി തെറ്റാതെ പറഞ്ഞു. എന്ത്? കുമാരൻ മരിച്ചുപോയെന്നു? തനിക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റി ഓർത്തപ്പോൾ രാജകുമാരന് സങ്കടം സഹിക്കാനായില്ല. അയാൾ ഒന്നും മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് പോയി. രാജകുമാരി അമ്പരന്ന് നോക്കി നിന്നു. പിന്നീട് അയാൾ പോയ വഴിയെ നടന്നു ചെന്നു. അവിടെ സ്വന്തം മാറിൽ വാൾ താഴ്ത്തി മരിച്ചു കിടക്കുന്ന കൃശാനുവിനെയാണ് അവൾ കണ്ടത്. ആ ഞെട്ടലിൽ നിന്ന് കരകയറാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളും അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോഴേക്കും മന്ത്രികുമാരൻ അവിടെ ഓടിയെത്തി. വെറും ഒരു നേരം പോക്കിനു വരുത്തിയ വിനയെപ്പറ്റി ഓർത്ത് പശ്ചാത്തപിച്ച ആ മന്ത്രികുമാരൻ തൻ്റെ കരവാളെടുത്ത് കഴുത്തറത്ത് അങ്ങോട്ട് മരിച്ചു. ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു പോയ ശാന്തിക്കാരനും വലിയ മനസ്താപത്തോടെ അങ്ങോട്ട് ആത്മാഹൂതി ചെയ്തു. ദീപാരാധന തൊഴാൻ വന്നവർ 4 പേരുടെ മൃതശരീരങ്ങളാണ് ക്ഷേത്രത്തിൽ കണ്ടത്. ക്ഷേത്ര സമീപത്ത് ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ പാടില്ല എന്നവർക്ക് തോന്നി. അതോടെ എല്ലാവരും ചേർന്ന് ഭക്തിപൂർവം പ്രാർത്ഥനയായി വരദായിനിയായ ജഗജ്ജനനിയെ അവർ സ്തുതിച്ചു വന്ദിച്ചു. മഹാദേവി പ്രത്യക്ഷയായി എല്ലാവർക്കും ജീവൻ വരദാനമായി നൽകി. രാജകുമാരനും രാജകുമാരിയും മന്ത്രികുമാരനും ശാന്തിക്കാരനും ഉറക്കമുണർന്ന പോലെ എഴുന്നേറ്റു വന്നു. കഥ പൂർത്തിയാക്കി തിരശ്ശീല വിക്രമാദിത്യനോട് ചോദിച്ചു, ഈ 4 പേരിൽ സ്വാർത്ഥത ലേശം പോലുമില്ലാതെ മരിച്ചത് ആരാണ്? രാജകുമാരനാണ് ഒട്ടും സ്വാർത്ഥതയില്ലാത്തത്. വിക്രമാദിത്യൻ പറഞ്ഞു. തെറ്റ്. ബാക്കിയുള്ളവർക്കൊക്കെ മരിക്കാൻ മതിയായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പാവം ശാന്തിക്കാരനാണ് തൻ്റെതായ കുറ്റമില്ലാതിരുന്നിട്ടും ജീവത്യാഗം ചെയ്തത്. ഇത്രയും കഥ കേട്ടിരുന്ന നമ്മുടെ പേശാമടന്ത തെറ്റ് തിരുത്തി. തൻ്റെ മകൾ ബുദ്ധിമതിയാണല്ലോ എന്നോർത്ത് രസരഞ്ജിനി അഭിമാനിച്ചു. എന്നാൽ വിക്രമാദിത്യനാവട്ടെ കഥ ഒന്ന് മൊഴി ഒന്ന് എന്ന് മനസ്സിൽ പറഞ്ഞ് അവിടെ മിണ്ടാതിരുന്നു. കാരണം ഒരു തവണ പേശാമടന്തയെ കൊണ്ട് മിണ്ടിച്ചൂലോ, അതാണ് അങ്ങനെ പറയാൻ കാരണം. തിരശീല കഥ പൂർത്തിയാക്കിയതോടെ സദസ്സിൽ വീണ്ടും നിശബ്ദത പരന്നു. ആരും ഒന്നും മിണ്ടിയില്ല. തൽക്ഷണം വിക്രമാദിത്യൻ വേതാളത്തെ പേശാമടന്തയുടെ മുഖപടത്തിൽ പ്രവേശിപ്പിച്ചു. വിക്രമാദിത്യൻ പേശാമടന്തയുടെ നേരെ ഒന്ന് നോക്കി. രാജകുമാരി ഒന്നും മിണ്ടില്ല എന്ന ശപഥമെടുത്ത് കഴിയുകയാണ്. നേരം പുലരാൻ ഇനിയും ഒരുപാട് നാഴികയുണ്ട്. ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കവും വഴുതി മാറുന്നു. പ്രിയപ്പെട്ട മുഖപടമേ, നീയെങ്കിലും ഒന്ന് സംസാരിക്കൂ. അടുത്ത നിമിഷം പേശാമടന്തയുടെ മുഖം മറച്ചു കിടന്ന മുഖപടം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈ രാജകുമാരിയുടെ മുഖം മറച്ച് ഇങ്ങനെ മൂടിക്കിടപ്പാണ്. ഈ നിലയിൽ എനിക്ക് സംസാരിക്കാനാവുമോ? എന്നെ സ്വതന്ത്രയാക്കാൻ പറയൂ, എന്നാലേ എനിക്ക് സംസാരിക്കാനാവൂ. തൻ്റെ മുഖം മൂടിക്കിടന്ന
സുതാര്യമായ തുണി സംസാരിക്കുന്നത് കേട്ട് പരിഭ്രമിച്ച പേശാമടന്ത പെട്ടെന്ന് അതിനെ എടുത്ത് താഴെയിട്ടു. ഇനി പറയും ഒരു കഥ. നീയിപ്പോൾ സ്വതന്ത്രയാണല്ലോ, വിക്രമാദിത്യൻ ആവശ്യപ്പെട്ടു. മുഖപടം പതുക്കെ ഒരു കഥ പറയാൻ തുടങ്ങി. ചേമന്ത രാജ്യത്തെ രാജകുമാരി ആയിരുന്നു സുശീല. ചെറുപ്പം മുതലേ മന്ത്രികുമാരനായ സുധീരനുമായി അവൾ ചങ്ങാത്തം കൂടി. പ്രായപൂർത്തിയായതോടെ അത് അനുരാഗമായി വളർന്നു. വിവാഹപ്രായമായതോടെ ഇരുവരും തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രണയം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ രാജകുമാരിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാജകുമാരി തൻ്റെ കാമുകന് ഒരു കത്തെഴുതി. എന്നിട്ട് ഒരു തോഴിയുടെ കയ്യിൽ കൊടുത്തയച്ചു. കഴിവതും വേഗം തന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്നും സുധീരനോടൊപ്പം എവിടെ വേണമെങ്കിലും വരാൻ താൻ തയ്യാറാണെന്നും അവൾ ആ കത്തിൽ എഴുതി. അന്നു രാത്രി കാവൽക്കാർ ഉറങ്ങിയ നേരം സുധീരൻ രാജകുമാരിയുടെ അന്തഃപുരത്തിലെത്തി. പിന്നെ താമസിച്ചില്ല. അവളെയും കൂട്ടി സുധീരൻ ആ രാത്രി നഗരം വിട്ടു. സ്വന്തം രാജ്യവും കൊട്ടാരവും ഉപേക്ഷിച്ച രാജകുമാരിയും കാര്യമായ ജോലിയൊന്നും ചെയ്ത് ശീലമില്ലാത്ത സുധീരനും മറുനാട്ടിൽ പല ദിക്കിലായി അലഞ്ഞു. ഇതിനിടയിൽ സുശീല ഗർഭിണിയായി. ഒടുവിൽ ഒരു സത്രത്തിലെത്തിയ നേരത്ത് അവൾക്ക് പ്രസവവേദന തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സുധീരൻ വിഷമിച്ചു. സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ല, കയ്യിൽ പണവും ഇല്ല. ഒരു വയറ്റാട്ടിയെ അന്വേഷിച്ച് അയാൾ രാത്രി ഇറങ്ങി. അന്വേഷിച്ച് ചെന്നുപെട്ടത് ഒരു ദാസിയുടെ വീട്ടിലായിരുന്നു. അവളാവട്ടെ ഒരു മായാജാലക്കാരിയുമായിരുന്നു. ഉടനെ അവൾ അയാളെ ഒരു പോത്തിൻ്റെ രൂപത്തിലാക്കി കൂടെ അങ്ങോട്ട് പാർപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സുധീരന് തൻ്റെ സ്വന്തം രൂപം തിരിച്ചു കിട്ടി. എന്നാൽ അയാൾക്ക് അയാളുടെ മുൻകാല ജീവിതം ആകെ അങ്ങോട്ട് മറന്നു. സ്വന്തം രൂപം ലഭിച്ചിട്ടും അയാൾക്ക് താൻ ആരാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ദാസിയുടെ ദാസനായി തന്നെ അയാൾ അങ്ങോട്ട് കഴിഞ്ഞുകൂടി. അതിനിടയിൽ രാജകുമാരി പ്രസവിച്ചു. നല്ല ഒരു ആൺകുഞ്ഞ്. പ്രസവ ശുശ്രൂഷയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവിനെ പോലും കാണാനില്ല. ആഹാരമില്ലാതെ, ആരോരും തുണയില്ലാതെ 2 ആഴ്ച അവൾ അങ്ങനെ കഴിച്ചുകൂട്ടി. ഒടുവിൽ മറ്റു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നേരെ ആ രാജ്യത്തെ രാജകൊട്ടാരത്തിന് മുന്നിലെത്തി പുറത്ത് സ്ഥാപിച്ചിരുന്ന മണിയടിച്ചു. രാജാവും മന്ത്രിയും അവളുടെ കഥ കേട്ടു. വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു. പക്ഷേ തനിക്ക് മരിക്കാനാണ് ആഗ്രഹമെന്നും അതിനായി ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കിയാൽ മാത്രം മതിയെന്നും അവൾ പറഞ്ഞു. രാജാവ് അത് സമ്മതിച്ചില്ല. പക്ഷേ സുശീല കടുംപിടുത്തത്തിലായിരുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ച താൻ പാപിയാണെന്നും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട താൻ നിർഭാഗ്യവതിയാണെന്നും അവൾ പറഞ്ഞു. താനോ തൻ്റെ സന്തതി പരമ്പരയോ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്ന് അവൾ തീരുമാനിച്ചിരിക്കുന്നു. അവളുടെ നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോൾ രാജാവ് അവൾക്കായി ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു. അപ്പോഴേക്കും വിവരം നാട്ടിലെങ്ങും പാട്ടായി. ആയിരക്കണക്കിന് ജനങ്ങൾ അവളുടെ ആത്മാഹൂതി കാണാനെത്തി. അക്കൂട്ടത്തിൽ ആ ദാസിയും ദാസിയുടെ അനുചരനായി നമ്മുടെ സുധീരനും എത്തിയിരുന്നു. അഗ്നിയെ വലം വച്ച് 16 ദിവസം പ്രായമായ തൻ്റെ കൈക്കുഞ്ഞുമായി അവൾ തീനാളത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി. ആ കാഴ്ച കണ്ടു നിന്ന സുധീരന് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടി. താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് അയാളും ആ അഗ്നിയിലേക്ക് കുതിച്ചു. അപ്പോഴാണ് തൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ക്രൂരത ആ ദാസിക്ക് ബോധ്യമായത്. അവളും ആ തീയിലേക്ക് എടുത്തു ചാടി. തൻ്റെ കൃത്യനിർവഹണത്തിൽ വലിയ വീഴ്ചയുണ്ടായത് മൂലമാണ് 4 ആളും തീയിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നിയ മന്ത്രി പിന്നെ താമസിച്ചില്ല. മന്ത്രിയും ആ തീയിലേക്ക് എടുത്തു ചാടി. തൻ്റെ കൺമുന്നിൽ നടന്ന ആത്മഹത്യാ പരമ്പര രാജാവിനെ അഗാധ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം തൻ്റെ ഉടവാൾ വലിച്ചെടുത്ത് ഭഗവതിയെ സ്മരിച്ചു. മരിച്ചുപോയവരെ ജീവിപ്പിച്ചു തന്നില്ലെങ്കിൽ താനും ജീവൻ വെടിയുമെന്ന് പറഞ്ഞ് രാജാവും സ്വന്തം കഴുത്തിന് നേരെ
വാൾ വീശി. ഉടനെ ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവുകയും തൽക്ഷണം സുശീലയും കുഞ്ഞും സുധീരനും ദാസിയും മന്ത്രിയും ജീവൻ തിരികെ ലഭിച്ചവരായി മാറുകയും ചെയ്തു. സുധീരനെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനാക്കി. അതോടെ അവരുടെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു. ഇത്രയും പറഞ്ഞ് കഥ പൂർത്തിയാക്കിയതിനു ശേഷം മുഖപടം ഒരു ചോദ്യം ചോദിച്ചു. 5 മരണങ്ങൾ ഉണ്ടായി. ഇതിൽ ഏറെ ശ്രേഷ്ഠമായ മരണം ആരുടേതായിരുന്നു? സംശയന്ത ദാസിയുടെ മരണമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. പക്ഷേ പേശാമടന്തയ്ക്ക് സഹിച്ചില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. അന്യരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതിയ മന്ത്രിയുടെ മരണത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ. അതു കേട്ട് വിക്രമാദിത്യൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, കഥ 2 മൊഴി 2 എന്ന് മെല്ലെ മന്ത്രിക്കുകയും ചെയ്തു. മുഖപടം പറഞ്ഞ കഥ സമാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും അവിടെ നിശബ്ദതയായി. ആരും ഒന്നും മിണ്ടുന്നില്ല. ചീവീട് ചലിക്കുന്ന ശബ്ദം പോലും കേൾക്കാനില്ല. ഈ മൗനം അസഹ്യാണ്. പേശാമടന്തയുടെ തോളിൽ കിടക്കുന്ന ഉത്തരീയത്തിന് ഒരു കഥ പറയരുതോ എന്ന് വിക്രമാദിത്യൻ ചോദിച്ച ആ നിമിഷത്തിൽ തന്നെ വേതാളം ആ ഉത്തരീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ ഉത്തരീയം സംസാരിക്കാൻ തുടങ്ങി. ഈ തോളിൽ ചുറ്റിക്കിടന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നെ അഴിച്ച് താഴെ ഇടാൻ പറയൂ ഈ രാജകുമാരിയോട്. എന്നാൽ ഞാൻ ഒരു കഥ പറയാം എന്ന് പറഞ്ഞു. ഉടനെ പേശാമടന്ത ആ ഉത്തരീയം താഴെയിട്ട് കസവുള്ള മറ്റൊരു മേൽമുണ്ടെടുത്ത് തോളിലിട്ടു. അങ്ങനെ ഉത്തരീയം ഒരു കഥ പറഞ്ഞു തുടങ്ങി. സാമന്തപുരി എന്ന രാജ്യത്ത് ഒരു മഹാകള്ളനുണ്ടായിരുന്നു. ആളുകളെ കബളിപ്പിച്ച് മോഷണം നടത്താൻ അസാമാന്യ വിരുതുണ്ടായിരുന്നു അയാൾക്ക്. ആ മഹാകള്ളന് 4 മക്കളായിരുന്നു. അവരെ യഥാക്രമം മുഴുക്കള്ളൻ, മുക്കാൽക്കള്ളൻ, അരക്കള്ളൻ, കാൽക്കള്ളൻ എന്നിങ്ങനെ വിളിച്ചു പോന്നു. അങ്ങനെ മക്കൾക്ക് 4 പേർക്കും പ്രായപൂർത്തിയായി. തലമുറകളായി ശീലിച്ചും പാലിച്ചും പോന്ന മോഷണവൃത്തി അടുത്ത തലമുറയുടെ കൈകളിൽ ഭദ്രമാണോ എന്നറിയാൻ ആ മഹാകള്ളന് ഒരാശ തോന്നി. അതിനാൽ അയാൾ മക്കൾ 4 പേരെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, എനിക്ക് പ്രായമായി വരികയാണ്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ മോഷണകലയിൽ കുപ്രസിദ്ധി നേടിയവരായിരുന്നു. അവരുണ്ടാക്കിയ ആ പേര് ഞാനും കളഞ്ഞു കുളിച്ചില്ല എന്ന് കൂട്ടിക്കോളൂ. നിങ്ങളുടെ ഭാവവും പ്രകൃതവും എന്താണെന്ന് അറിയില്ല. അതിനാൽ നിങ്ങൾ ഓരോരുത്തരായി നമ്മുടെ പാരമ്പര്യ തൊഴിൽ ചെയ്തു കാട്ടി കഴിവ് തെളിയിക്കണം. എങ്കിലേ എനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാനാവൂ എന്ന് പറഞ്ഞു. പിതാവിൻ്റെ വാക്കുകൾ മക്കൾ സശ്രദ്ധം കേട്ടു. ഞങ്ങൾ ഓരോരുത്തരായി ഓരോ മോഷണം നടത്തി അച്ഛൻ്റെ ആശങ്ക ദൂരീകരിക്കാം എന്ന് മക്കളിൽ മൂത്തവനായ മുഴുക്കള്ളൻ പറഞ്ഞു. കൊള്ളാം, ഞാൻ കൃതാർത്ഥനായി. ആദ്യം ഇളയവനായ കാൽക്കള്ളൻ പോയി വരട്ടെ എന്ന് പിതാവ് കൽപ്പിച്ചു. കാൽക്കള്ളൻ മെല്ലെ പുറത്തിറങ്ങി. പോകുന്ന വഴി ചെറിയ കുറെ ഓടിൻ കഷ്ണങ്ങൾ ഉടച്ച് വട്ടത്തിലാക്കി നാണയങ്ങളാണെന്ന വ്യാജേന അയാൾ മുണ്ടിൻ്റെ തുമ്പത്ത് കെട്ടിയിട്ടു. സ്വന്തം ഗ്രാമം വിട്ട് അയാൾ തലസ്ഥാന നഗരത്തിലെത്തി. അവിടെ ഒരു ക്ഷുരകൻ തൻ്റെ കടയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ നീളൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു. സമീപത്തൊരു 5 വയസ്സുകാരൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ട് ക്ഷുരകന്റെ മകനാണെന്ന് തോന്നി. ആദ്യം മുഖമൊന്ന് ക്ഷൗരം ചെയ്ത് ഒരു മാന്യന്റെ രൂപത്തിലാകാമെന്ന് കരുതി അയാൾ ക്ഷുരകന്റെ കടയിലേക്ക് കടന്നു ചെന്നു. കാൽക്കള്ളനായ ഇളയ മകന് മഹാകള്ളനായ പിതാവിൻ്റെ മുന്നിൽ താൻ ഒരു കഴിവുള്ള കള്ളനാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? എന്തായാലും 5ാമത്തെ സാലഭഞ്ചിക ഭോജരാജനോട് പറഞ്ഞ ഈ കഥ 3ാം ഭാഗത്തിലും അവസാനിപ്പിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് 4ാമത്തെ സാലഭഞ്ചിക പറഞ്ഞ ഈ കഥയുടെ അവസാന ഭാഗമായ അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അങ്ങോട്ട് വിസ്തരിക്കാം. എന്തായാലും അവസാന ഭാഗമായ അടുത്ത ഭാഗം എൻ്റെ കഥാപ്രേമികൾ ക്ഷമയോടെ കാത്തിരുന്ന് കേൾക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഈ കഥയുടെ
മൂന്നാം ഭാഗം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.